എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയൊരു ക്ലാസ്സുമായിട്ട് വന്നതാണ്. അപ്പോൾ നേരത്തെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 10 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പം കുറേശ്ശെ നമുക്ക് നമ്മുടെ മുമ്പിൽ സമയമുള്ളത് കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ചെയ്യാം. വീഡിയോയുടെ എണ്ണവും നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പോൾ ആ ഒരു 10 ചോദ്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിച്ചു വേണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിക്കുന്ന രീതി ഏതാണ് എന്നതാണ്. അപ്പോൾ ഓപ്ഷനൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കുക. ഞാൻ എന്തായാലും ഇപ്പോൾ ഉത്തരം പറഞ്ഞു പോകാം, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, വീഡിയോ ഒന്ന് നിർത്തിയിട്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രഭാഷണം. ഓപ്ഷൻ ബി, പ്രഭാഷണം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരാണ്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർഡിനറാണ്. ഓപ്ഷൻ സി, ഹൊവാർഡ് ഗാർഡിനറാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം താഴെ പറയുന്നവയിൽ ഏതാണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് പരിചരണമാണ്. പരിചരണം. ഓപ്ഷൻ എ, പരിചരണം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വൈകാരിക ശേഷി എന്നാൽ എന്ത്? വൈകാരിക ശേഷി എന്നാൽ എന്ത്? അപ്പോൾ അതിൻ്റെ അകത്തെ ഓപ്ഷനൊക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം കറക്റ്റാണ്. അപ്പം നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അപ്പോൾ വൈകാരിക ശേഷി എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനുകളെല്ലാം തന്നെ ശരിയാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മപേശി ചലനം ആവശ്യപ്പെടുന്നത്? ഓപ്ഷനൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. എന്തായാലും ഞാൻ എൻ്റെ ഉത്തരം പറയാം. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കലാണ്. ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കലാണ്. അടുത്ത ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അതിൻ്റെയും ഓപ്ഷൻ ബി തന്നെയാണ്. ഇന്ദ്രിയജാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. നമ്മളിത് ചർച്ച ചെയ്തതാണെന്ന് തോന്നുന്നു പിയാഷെയുടെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ക്ലാസ് ഒന്ന് കയറി കാണുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ്. താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉപാഖ്യാന രേഖ. ഓപ്ഷൻ എ, ഉപാഖ്യാന രേഖയാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വികസന പ്രവൃത്തി, ഡെവലപ്മെൻറ്റ് ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയതാരാണ്? വികസന പ്രവൃത്തി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആരാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഹാർവി ഗസ്റ്റ് ആണ്. ഹാർവി ഗസ്റ്റ്. ഓപ്ഷൻ ഡി, ഹാർവി ഗസ്റ്റ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. അപ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ദീർഘമായ സംസാരമാണ്. ദീർഘമായ സംസാരം. ഓപ്ഷൻ സി, ദീർഘമായ സംസാരം. അടുത്ത ചോദ്യം, കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏത്? കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം സിദ്ധി ശോധകമാണ്. സിദ്ധി ശോധകമാണ്. ഓപ്ഷൻ എ, സിദ്ധി ശോധകം. അങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് മുൻതൂക്കം കൊടുത്ത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കുക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. കേറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.
അടുത്തത് പാഠ്യ പദ്ധതിയാണ്. വിദ്യാഭ്യാസ ലക്ഷ്യം നേടിയെടുക്കാൻ വിദ്യാർത്ഥികളുടെ നൈപുണികളും മനോഭാവങ്ങളും വികസിപ്പിക്കുന്നതിനായി നൽകുന്ന പഠന പ്രവർത്തനങ്ങളും പഠന അനുഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാഠ്യപദ്ധതി. അടുത്തത് ഉദ്ദേശാധിഷ്ഠിത ബോധനമാണ്. അതായത് മുൻകൂട്ടി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ബോധന ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി പാഠ്യപദ്ധതി, ബോധന രീതികൾ, മൂല്യനിർണ്ണയ ഉപാധികൾ തുടങ്ങിയ വിദ്യാഭ്യാസ ഘടകങ്ങളെ സജ്ജമാക്കുന്ന സമ്പ്രദായമാണിത്. അടുത്തത് സാമൂഹ്യ ശാസ്ത്ര പഠനമാണ്. അതായത് ഇന്നത്തെ സമൂഹത്തെ അറിയുവാനും അതിനെ മെച്ചപ്പെടുത്തുവാനും വേണ്ടത് എന്തെല്ലാമെന്ന് കണ്ടെത്താനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കുട്ടിയെ പ്രാപ്തനാക്കുന്നതിനാണ് സാമൂഹ്യ ശാസ്ത്ര പഠനം. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിതൊന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. യൂട്യൂബാണ്, അപ്പം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കാവുന്നതാണ്. കുറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അറിവ് നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ. അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മൾ കാണാം. ഇനി ഓരോ ദിവസങ്ങളിലും ക്ലാസ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ കുറച്ച് സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു വീഡിയോയിലേക്ക് ചുരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തെറ്റുകളുണ്ടാവാം, നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു വീഡിയോകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ചെറിയൊരു ചാനലാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ.